നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്ക മോൾക്ക് നാശം വരാനല്ലാതെ മറ്റൊന്നിനും വേണ്ടി നീ പ്രാർത്ഥിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും വരുണിനെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തല്ലടി കൊണ്ടു നടക്കുന്നത്. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? എന്നാ പിന്നെ എല്ലാരും കേറാൻ നോക്ക്. ഓ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന താലി ഒന്ന് സംരക്ഷിക്കണേ. രാധികേ, രാധികേ, എന്താ അമ്മേ അവൾ എന്ത് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അവൾ എന്താ ചെയ്തെന്ന് നിനക്ക് അറിയണോ അല്ലേ? ചേച്ചി അനിയത്തിയും ഒരേ ആളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? കണിമംഗലത്ത് വെച്ച് പ്രിയയുടെ കഴുത്തിലിടാൻ താലി കാണുന്നില്ലായിരുന്നു. കണിമംഗലത്തുനിന്ന് വിളിച്ചപ്പോ പൂജിച്ച മറ്റൊരു താലി ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുത്തു. ആ തന്തയും തള്ളയില്ലാത്തവള്. അന്ന് അവൾ അതിന് തയ്യാറല്ലായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ പ്രിയങ്ക ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആ അവിടെയാണ് അവളുടെ ബുദ്ധി. വരുൺ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി കൊടുക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. അത് ഇപ്പോഴും ചരടിൽ കോർത്ത് അവളുടെ കഴുത്തിലുണ്ട്. നീ വാ, അവളെ കൊണ്ട് ഞാനത് പറയിപ്പിച്ചു തരാം. അമ്മേ, നമ്മൾ എത്ര ഒളിച്ചു നിർത്തിയിട്ടും വരുൺ അവളെ കണ്ടുപിടിച്ചു. അത് അവളുടെ കുറ്റമൊന്നും അല്ല. ദേവേട്ടനാ അവളെ വിളിച്ച് വരുണിന്റെ മുന്നിൽ നിർത്തിയത്. അതിന്റെ പക വേറൊരു രീതിയിലും അമ്മ അവളോട് തീർക്കരുത്. ഓ എന്ന് പറഞ്ഞ നിന്റെ മോളോട് പക തീർക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു കഥയുണ്ടാക്കി വെച്ചു. നിന്റെ മോളോട് തന്നെ ചോദിക്കാം. രാധികേ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. രാധികേ, നീ എന്തു പറഞ്ഞാ പ്രാർത്ഥിച്ചത്? പ്രിയങ്കയുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ട് വരുത്തരുതെന്ന്. നിന്റെ മിടുക്ക് എന്നോട് വേണ്ട. പ്രിയങ്ക മോൾക്ക് നാശം വരാനല്ലാതെ മറ്റൊന്നിനും വേണ്ടി നീ പ്രാർത്ഥിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും വരുണിനെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തല്ലടി കൊണ്ടു നടക്കുന്നത്. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? അങ്ങനെയല്ല കാണുന്നതെങ്കിൽ നിന്റെ കഴുത്തിൽ എങ്ങനെയാടി അവൻ കെട്ടിയ താലി കിടക്കുന്നത്? മുത്തശ്ശി പറയുന്നത് സത്യമാണോ മോളെ? നിന്റെ കഴുത്തില് താലിയുണ്ടോ? കൊള്ളം പറഞ്ഞ ഒന്നുകളഞ്ഞോ. ഇങ്ങോട്ട് നീക്കടി. മുത്തശ്ശി, മുത്തശ്ശി ഞാൻ പറയുന്ന കേക്ക്. കൈ മാറ്റടി. മുത്തശ്ശി വേണ്ട. അമ്മേ,
അയ്യോ, കൈ മാറ്റടി, മാറ്റാ. നീ വരുണിന്റെ അടുത്ത് നിൽക്കുമ്പോ നിന്റെ കഴുത്തിൽ താലി കിടക്കുന്നത് ഞാൻ കണ്ടതാ. എവിടെ അടി അത് ഒളിപ്പിച്ചു വെച്ചത്? മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടു. എന്റെ കണ്ണെന്നെ ചതിക്കില്ല യശോദേ. ഈ വീട് മുഴുവൻ പരിശോധിക്കേ. ഇവളത് എവിടെയെങ്കിലും എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഭ്രാന്തുണ്ടോ? വരുൺ ഇവളെ കണ്ടപ്പോ അമ്മ പേടിച്ചു. ആ പേടിയുടെ പേരിൽ വന്ന ഓരോരോ തോന്നലുകളാ. അതിനിപ്പോ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നീ പറയില്ലല്ലേ? എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ച പിന്നെ ഈ കുടുംബത്തിൽ നീ ഉണ്ടാവില്ല. നിന്നെ ന്യായീകരിക്കാൻ ഇവളും. പോട്ടെ മോളെ, മുത്തശ്ശിക്ക് എന്തോ തെറ്റ് പറ്റിയതാവും. സാരല്ലമ്മ. മോളിരുന്ന് പ്രാർത്ഥിക്കും. നിന്നെ കണ്ടതിന്റെയും തിരിച്ചറിഞ്ഞതിന്റെയും പേരില് വരുണിന്റെ മനസ്സിൽ തെറ്റായി ഒന്നും ഉണ്ടാവരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. എനിക്കിത് നഷ്ടപ്പെട്ടില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.